25കാരി സ്നേഹ ബെർലിൻ അവർ 16കാരിയെ പീഡിപ്പിച്ചു. സംഭവം കാസർഗോഡ് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 16കാരിയുടെ അമ്മ സ്നേഹ മെർലിൻ്റെ കൂട്ടുകാരിയാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ച് ട്രക്ക് കേസിനകത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം കാസർഗോട്ടെ ആ വീട്ടിൽ ഈ സ്നേഹ മെർലിൻ സുഹൃത്തിനെ കാണാൻ വന്നു. അന്നത്തെ ദിവസം ആ വീട്ടിൽ താമസിച്ചു. 16കാരി കുട്ടിയുടെ ഒപ്പമാണ് കിടന്നത്. അന്ന് രാത്രി ആ കുട്ടിയെ ഇവർ പീഡിപ്പിച്ചു. ആ പെൺകുട്ടി അന്നേരം ഒന്നും പറഞ്ഞില്ല. കാരണം ഒരിക്കലും അങ്ങനെ ഒരു നീക്കം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. അമ്മയുടെ കൂട്ടുകാരിയാണ്. അമ്മ ജയിലിൽ ഡ്രഗ്സ് വിൽപ്പനയിൽ ജയിലിൽ പോയി കിടന്നപ്പം സ്നേഹ മെർലിനും അവരും അമ്മയുടെ ഒപ്പം ഉണ്ടായിരുന്നു. ആ ഒരു പരിചയത്തിൻ്റെ പുറത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പം അമ്മ മകളുടെ അടുത്ത് വന്നു. അവരിറങ്ങിയപ്പം നേരെ കളിപ്പറമ്പിൽ നിന്ന് കാസർഗോഡ് അവരുടെ വീട്ടിലെത്തി. ആ രാത്രി തന്നെ കുട്ടിയെ പീഡിപ്പിച്ചു. അതിനുശേഷം 2-3 പ്രാവശ്യം കൂടെ ഇവർ അവിടെ വന്നു. ഏകദേശം 1 വർഷത്തോളം 8-10 മാസത്തോളം അവിടെ നിന്നു എന്നാണ്. ആ വീട്ടിൽ ഇവർ അമ്മയോടൊപ്പം ചേർന്ന് നിന്നു എന്നാണ് പറയുന്നത്. ആ സമയത്തൊക്കെ കുട്ടി പീഡിപ്പിച്ചപ്പം നിവൃത്തിയില്ലാതെ വന്നപ്പം 16 വയസ്സുകാരി അവളുടെ സഹോദരിയുടെ അടുത്ത് വിവരം പറഞ്ഞു. അങ്ങനെ അത് സഹോദരിയായിട്ട് ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു. അമ്മ ഡ്രഗ്സുകാരിയാണ്, അമ്മയ്ക്ക് ഇത് വലിയ പ്രശ്നമൊന്നും അല്ലായിരിക്കാം. അതേ സമയത്ത് മറ്റ് സഹോദരി ഈ വിവരം അറിഞ്ഞപ്പം അവർ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തു, കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ സ്നേഹ മെർലിൻ അവളിപ്പോൾ ഒളിവിലാണ്. അവർ തളിപ്പറമ്പുകാരിയാണ്. അവരുടെ ഹിസ്റ്ററി ഇപ്പോൾ ഇതുവരെ അറിഞ്ഞില്ല. അവർ ഡ്രഗ് കേസ് മാത്രം വിൽപ്പനയിൽ അവരെ പിടിച്ചകത്തിട്ടെങ്കിലും അവരും തീർച്ചയായിട്ടും അവരെപ്പറ്റി ഇനി ഡീറ്റെയിലായിട്ട് അന്വേഷിക്കണം. കാരണം അവർ ഡ്രഗ്സ് കച്ചവടക്കാരി ധാരാളം പേര് കാസർഗോഡും കണ്ണൂർ തളിപ്പറമ്പ് ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പം ആ കുട്ടിയെ ഇവർ പീഡിപ്പിച്ച്, ഇവരൊരു ലേഡിയാണ്, 10-35 വയസ്സ് പ്രായമുണ്ട്. അവർ ഒരു ലെസ്ബിയനാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് സ്ത്രീയോട് തോന്നുന്ന ലൈംഗികത, ലെസ്ബിയനാണ്. സെക്ഷലി, റൊമാൻറ്റിക്കലി, എമോഷണലി അവർക്ക് ആ കുട്ടിയോടൊരു അട്രാക്ഷൻ വന്നു. അവിടെയാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചത്. എന്തായാലും അതിനെ സംബന്ധിക്കുന്ന പരാതിയുടെ പുറത്ത് അവരിപ്പോൾ ഒളിവിലാണ്. പോലീസ് അവരെ പിടിക്കാനായിട്ട് പല പണിയും നോക്കിയെങ്കിലും അവർ ഒളിവിൽ പോയി. അതുപോലെ ധാരാളം സ്ത്രീകൾ ഇപ്പം ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് അവർ ഹോമോസെക്ഷലായി അല്ലെങ്കിൽ ലെസ്ബിയനായി വരുന്നതും അതുപോലെ തന്നെ ക്രിമിനാലിറ്റിയിലേക്ക് വളരെയധികം പേർ സഞ്ചരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് പല ചെറുപ്രായക്കാർക്കും ചില വീടുകളിൽ ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പയ്യന്നൂർ ഇതുപോലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു ബുള്ളറ്റ് ലേഡി ഉണ്ടായിരുന്നു. 4 ഗ്രാം മെറ്റാമിൻ അവർ കൈവശം വെച്ച് നേരത്തെ അവിടെ അറസ്റ്റ് ചെയ്ത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അവരെ ബുള്ളറ്റ് ലേഡി എന്നാണ്. അവർ ബുള്ളറ്റിലാണ് ഡ്രഗ്സ് വിൽക്കാൻ പോവുകയും വരികയും ചെയ്തത്. അതുകൊണ്ട് അവരെ പിന്നീട് കാപ്പ കേസിനകത്ത് കരുത തടങ്കലടച്ചു. ഇപ്പം ധാരാളം സ്ത്രീകളെ കാപ്പ കേസിനകത്ത് ഡ്രഗ്സ് വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് തടങ്കലിൽ വെക്കുന്നുണ്ട്. തളിപ്പറമ്പ് എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന സതീഷാണ് ഈ ബുള്ളറ്റ് ലേഡിയെ അന്ന് ഡ്രഗ്സുമായിട്ട് അറസ്റ്റ് ചെയ്തത്. എന്തായാലും അതുപോലെ തന്നെ എറണാകുളത്ത് ഈ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇളയ കുട്ടിയെ പിടിച്ച സംഭവം ഉണ്ടായി. അതേ സംബന്ധിക്കുന്ന കേസുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കുട്ടികളാണ്. അതുപോലെ ഈ ലഹരി മൂക്കിക്കൂടെ വലിക്കുന്ന ധാരാളം ആൾക്കാർ ഈ അടുത്ത കാലത്ത് അത് ഞാൻ കണ്ടു. മൂക്കിക്കൂടെ വലിച്ച് കഴിഞ്ഞ 2-3-4 വർഷങ്ങളായിട്ട് അവർക്ക് ഡ്രഗ് അഡിക്റ്റായി അവർ മൂക്കിക്കൂടെ വലിച്ച് മൂക്കിൻ്റെ പാലം പോയി. ആ മജ്ജയും മാംസമെല്ലാം അവിടെ നിന്ന് അടന്നു പോയിട്ട് അവിടെ ഒരു ഹോള് മാത്രമായിട്ട് ഒരു വാർത്ത ഈ അടുത്ത കാലത്ത് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. കാരണം അവർ ഒരു സെക്ഷൽ ഡീവിയേഷൻ വരുന്നുണ്ട്. അത് സ്വന്തം 9 വയസ്സുള്ള അഡിക്റ്റായ കുട്ടി അതിൻ്റെ ഇളയ കുട്ടിയെ പീഡിപ്പിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആൾക്കാർ. ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സിനെ അധികം അടുപ്പിക്കരുത്. ആരാണ് ഡ്രഗ്സ് തരുന്നതെന്ന് നമുക്കറിയില്ല. ഏതായാലും ആ 16 വയസ്സുകാരിയുടെ പരാതിയുടെ പുറത്ത് ഏതായാലും ഇവർ ഒളിവിൽ പോയിട്ടുണ്ട്. അവരെ എന്തായാലും അടിയന്തരമായിട്ട് അവരെ അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവരുടെ മൂവ്മെൻറ്റ് എന്താണ്, അവർക്ക് ആരുമായിട്ടാണ് കോൺടാക്റ്റ്, അവരെവിടെ നിന്നാണ് ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പം തുഫാൻ വളരെ സജീവമായിട്ട് കേരളത്തിലുണ്ട്. പുതിയ ആഭ്യന്തരമന്ത്രിയുടെ തുഫാൻ്റെ ലഹരി വിരുദ്ധ ഒരു സ്ക്വാഡ് കാര്യമായി എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ പെരുമ്പാവൂരും
കോതമംഗലത്തുമൊക്കെയാണ് അന്യസംസ്ഥാന തൊഴിലാളി ഏറ്റവും കൂടുതലുള്ളത്. അവിടങ്ങളിലൊക്കെ സജീവമായിട്ട് അവരൊക്കെയാണ് കേരളത്തിൽ ഇത് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത്, ഇവിടെ സംഭാവന ചെയ്തതും. അതുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. തുഫാൻ്റെ കേസ് വളരെ സജീവമായിട്ട് മുന്നോട്ട് വരുന്ന നല്ല ലക്ഷണം തന്നെ. ഏതായാലും ഇപ്പോഴത്തെ സ്ത്രീകളും ഇതിനകത്ത് അടിമപ്പെട്ടു പോയി. കാരണം ആ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചതിൻ്റെ കാരണം പറയുന്നത് അമ്മയുടെ കൂട്ടുകാരി അമ്മ ഡ്രഗ്സിന് ജയിലിൽ പോയി കിടന്നു. ആ സമയത്ത് പരിചയപ്പെട്ട മെർലിനാണ്, സ്നേഹ മെർലിനാണ് ഈ അവരുടെ മകളെ പീഡിപ്പിച്ച് അമ്മ വീട്ടിലുള്ളപ്പോഴും പീഡിപ്പിച്ചതായിട്ട് ആ കുട്ടി പറയുന്നുണ്ട്. അമ്മയ്ക്ക് അതിനകത്തൊരു പ്രതിഷേധമില്ല എന്നും കാണുന്നുണ്ട്.